പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ എന്താണ് ചൂച്ചാന്നൊക്കെ. ഞാൻ സീക്രട്ട് ഏജന്റിന്റെ കാറിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് നമ്മള് മിണ്ടാണ്ട് വ്ളോഗ് എടുക്കണം. അപ്പൊ നമ്മുടെ കൂടെ ആരല്ലേ? അപ്പൊ നമ്മളിപ്പോ എവിടേക്ക് പോകുന്നത്? കൊച്ചിയിലേക്ക്. എന്തിനാ? നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ മൂവിയുടെ പൂജ. പുതിയൊരു പട്ടിക്കുട്ടി ഉണ്ട് ഇവിടെ, അതിന്റെ ശബ്ദമാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. 4 മണിക്ക് വരെ എനിക്ക് വന്നതാണൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഭർത്താവിന്റെ പിറന്നാളാണ് സ്നേഹിച്ചിട്ട്. അപ്പൊ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, രാവിലെ ആയോണ്ട് അമ്പലം തുറന്നില്ല. അതെ, അപ്പൊ നമ്മള് ഇപ്പൊ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ പ്രബിമോൻ റൈഡർ കണ്ണാപ്പി ഉണ്ട്. ഓക്കെ, വണ്ടി നേരെ പിടിച്ചോളൂ, കണ്ണുകൾ വരണ്ട. അപ്പൊ നമുക്ക് പോവാൻ ഗൈസ്. ഭർത്താവിന്റെ പൂജ. കർത്താവേ, അതെ. ഓ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നേരിട്ട് കേട്ടിട്ട് ഞാൻ പറയും. ഇതെന്റെ ആരുമില്ല ഗൈസ്, നീ പറഞ്ഞുണ്ടാക്കണതാണ്. മുമ്പേ ബ്രോ എന്നിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണിച്ചു കൊടുത്തത് ഞാൻ വരാം ഗൈസ്, പോരാ. അപ്പൊ ഗൈസ് ദിൽവാലെ കുച്ചിനേക്ക് ആയിരുന്നു പിൻ ചെയ്തിട്ടില്ല. പിൻ ചെയ്യാത്തത് വേറെ കാര്യം. നമ്മള് കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അയ്യോ ആവും കുണ്ടും കുഴിയാണ് എന്റെ റോഡ് മൊത്തം. എന്റെ എല്ല് കാണു ഗൈസ് എനിക്ക്. അപ്പൊ എന്റെ എല്ല് കാണാനുള്ള കാരണക്കാരൻ പലരുണ്ട്, പറയുന്നില്ല ഞാൻ. മൊത്തം ആരാ കമന്റ് ഒക്കെ ആരാ രഞ്ജിത്ത്? രഞ്ജിത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാർട്ണറാണ് ഗൈസ്. ഞാൻ തലൂടി എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ സൗന്ദര്യപ്പണക്കാണ്. എന്നാൽ ശരിയാവും അല്ലേ സ്നേഹിച്ചി? സൗന്ദര്യപ്പണക്കം വന്ന സമയത്ത് ഒരു നാണമില്ലാതെ ആ ചെക്കനെ ഈ വീഡിയോയിൽ വന്ന് ഇട്ട് കൊടുത്ത് കണ്ടാക്കി വെറും തെണ്ടിയാണ് ഇവിടെ. അങ്ങനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സങ്കടം കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അതെ, എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം. കുടുംബക്കാരിയോ അല്ല, എന്തായാലും റിവീൽ ചെയ്തില്ല. റിവീൽ പറഞ്ഞിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെ വീഡിയോ എടുക്കുന്നല്ലോ പറഞ്ഞത്. അതായത് ഗൈസ്, ഇവളെ എന്താണെങ്കിലും രഞ്ജിത്തിനെ റിവീൽ ചെയ്യില്ല, ഞാൻ റിവീൽ ചെയ്തരാം. അതായത് ഈ ഫോട്ടോ ഈ സൈഡിൽ വെക്കണേ. ഈ വ്ളോഗ് കണ്ടിട്ട് ഈ വ്ളോഗ് ഇവള് പോസ്റ്റ് ചെയ്യുന്ന ദിവസം ഇവള് രഞ്ജിത്തിന്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അതായത് ഇവളും രഞ്ജിത്തും തമ്മിലുള്ള റിലേഷൻ ബിഗ് ബോസിന് മുന്നേ തുടങ്ങിയ റിലേഷൻ. ഇവർ രണ്ടുപേരും ഈ റിലേഷൻ തുടങ്ങിയത് ഇവിടുത്തെ അറേബ്യൻ കുഴിമന്തി, അറേബ്യൻ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മന്തിക്കടയിൽ ഇവള് വർക്ക് ചെയ്യുമ്പോഴുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ. ബിഗ് ബോസിനകത്ത് ഇവക്കുള്ള എല്ലാ ഡ്രസ്സും ഭാവി അടക്കമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തതും ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ രഞ്ജിത്താണ്. ഓക്കെ, പിന്നെ കുറച്ച് കൊളാബുണ്ട് അതിന്റെ ഇടയിൽ, അത് പോട്ടെ. പിന്നെ ഇവള് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവരെവിടെയോ വെച്ചിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് 1-2 ദിവസം കൊണ്ട് അതിന്റെ താലി കെട്ടി രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിന്റെ പേപ്പർ ഇന്ത്യയിൽ കിട്ടുന്ന ദിവസം ഞാൻ അത് സ്റ്റോർ ചെയ്തു. അതോടുകൂടി അതും പൊളിയും. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവര് കല്യാണം കഴിച്ചു ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവള് റിലേഷൻ എന്നൊക്കെ വെറുതെ പറയും. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നിക്കണ്ടേ. അപ്പൊ ഇവരുടെ ആവശ്യം ബേസിക്കലി കണ്ടന്റ് ചെയ്യാനാണ്. ഡിവോഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. കണ്ണൂരോ? കണ്ണൂരിലെ സ്ഥലങ്ങൾ അറിയാം ഗൈസ് എനിക്ക്. അപ്പൊ ഇത് സായിച്ചേട്ടൻ പറഞ്ഞതില് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പൈസ കൊണ്ടും അതുകൊണ്ട് ഒരിക്കലും അല്ല. രഞ്ജിത്തേട്ട എന്റെ മനസ്സിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കരയണം. ഇവരൊക്കെ എന്റെ വീട്ടുകാരടക്കം. ഞാൻ നടക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പോരാടും. അപ്പൊ നമ്മള് എറണാകുളത്ത് പോട്ടെ ഗൈസ്. എത്ര മിനിറ്റ്? 4 മിനിറ്റ്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലെസ്ബിയൻസ് എന്ന് ഗേ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോ അധികം കിടന്നു. ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ല. അപ്പൊ ഗൈസ് ഇത് നമ്മുടെ മീഡിയാസ് കേട്ടോ, എല്ലാവരും ഉണ്ട് കണ്ടോ. ക്യാമറ മതി. എല്ലാവരും ഇല്ലേ? എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്റെ പൈസ കാണാനില്ല. അവരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഞാൻ നിങ്ങളൊക്കെ കാണിക്കാൻ കാര്യം മൊത്തം അവിടെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നായകനും ഇന്ത്യൻ സിനിമ ഗാലറി ഉണ്ട്. എത്ര മാസമായി? എന്താണ് കുറക്കുണ്ട്. ഇതാ ഭംഗി, ഈ ഒരു ഇങ്ങനെ ക്യൂട്ട്നെസ് ഉണ്ട് കാണുമ്പോ. അതെ, ഈ ചപ്പിയായിട്ടുള്ള ആൾക്കാർ നല്ല രസമുണ്ട്. അയ്യോ അപ്പൊ മൂവിയിൽ അഭിനയിക്കാൻ പോകുന്ന മുതലാണ് നോട്ടെ. മുതൽ ഇവിടെ അടുത്ത സിനിമയിൽ നായിക. ഞാൻ സീരിയൽ ചെയ്തോണ്ടിരിക്കല്ലേ. ഇവിടെ നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഒരാള് ഓൾറെഡി ഇപ്പൊ നായികയാണല്ലോ. ഇതൊക്കെയാണ് പുതിയ സീരിയല് കമ്മിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നന്ദന സിയെ മാറ്റും. ലാസ്റ്റ് നന്ദന സിയെ മാറ്റുമ്പോ സീരിയല് വിജയിക്കും. ആ സീരിയല് ഏഷ്യാനെറ്റായിരുന്നു. ഞങ്ങൾ ആദ്യ സിനിമയുടെ ഈ സീരിയലിൽ 8:30 8:30 മണിക്ക് ആൾക്കാർ കാണാനിരിക്കുവായിരുന്നു. നന്ദനസിയെ വന്നപ്പോൾ 10:30 ഞാൻ ആരും കാണാനില്ല. ഇനിയിപ്പോ നന്ദനസിയെ മാറ്റി കഴിയുമ്പോഴത്തേക്കും സീരിയല് ഗുണം പിടിക്കുന്ന പറഞ്ഞു. മൈക്കൂത്തിട്ട് നടക്കുക. അതെ അതെ അതെ, എന്റെ സ്വന്തം മൈക്ക. ഗൈസ് എനിക്ക് എന്റെ പാൽ പായസം മേടിച്ചതിന്റെ പാവന്റെ മുത്തുമണി ആയ ആള് മാറി പാൽ പായസം എനിക്ക് മേടിച്ചത് നല്ല പായസം ഉണ്ടോ. ഞാൻ അങ്ങനെ പായസം കുടിക്കാറില്ല, എന്നാലും കുടിച്ചോ അമ്പലത്തിലല്ലേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് മീഡിയയില്ലാത്ത കുട്ടന്മാരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. നീ മതസ്പർദ്ധ ഉണ്ടാക്കാനാണോ? അതെ, ക്രിസ്ത്യാനിയിൽ ഇനോ അകത്ത് കയറിയെന്ന് എന്തായാലും ചേച്ചി വരുന്നു. ഞാനൊരു മീഡിയ അതെ, പുതിയ മീഡിയ എവിടെ കണ്ടോ. ചേട്ടൻ എന്താ ചന്ത എന്തോടാത്ത ചേട്ടൻ എന്താ ചന്ത എന്തോടാത്ത ഭാര്യ ഇത്ര കഷ്ടപ്പെട്ട് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തതല്ലേ. തൊട്ടുണ്ടല്ലോ. ആ നല്ല കഥ. തൊട്ടെടുക്ക്. അതെ, എന്ത് പാവഷ്മായില്ല. സീക്രട്ട് ഏജന്റിന്റെ പേരില്ല, സായി കൃഷ്ണന്റെ പേരില്. ആ എന്താ പറയാ, എന്താ ഇതാരുടെ തലയിൽ ബാക്കിലൊന്ന് വീഴണടേ. അതെ അതെ അതെ, ആരെ ദൈവത്തിന്റെ ട്രോളിയാ എന്താ പറഞ്ഞേ? ഉണ്ണിക്കണ്ണൻ എന്താ പ്രശ്നം? കൃഷ്ണൻ ഉണ്ണിക്കണ്ണനായ ദൈവം എന്താണ്? അതെ, നിങ്ങളല്ലേ പ്രശ്നം. ഞാനൊന്നും കുറ്റം പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞു. ഒരു ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് വിശ്വാസം വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും സംഭവം കാണിച്ചു തരണം. എന്ത് ചെയ്യാൻ പറയും? ഇന്റർവ്യൂ എടുക്കണേ. മതി അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? തൽക്കാലം ഇപ്പൊ ഇനി ഈ ഇരുന്നിട്ട് നോക്കി തന്നെ നീ ഒന്ന് പൊക്കിയടാ. റോഷനെ വിളിച്ചാലോ? റോഷനെ കൊണ്ട് പറ്റുമായിരിക്കും. ഇല്ല ചെയ്തതാ, നടന്നില്ല. ചന്ദനം പിടിച്ച ഇതണ്ട് വാ. അപ്പൊ ഭർത്താവ് സിന്ദൂരൊക്കെ തൊട്ടിട്ട് എണ്ണ തേച്ചിട്ടാണ്. ഓ ഭർത്താവിനെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഭർത്താവിന്റെ മൂവിയുടെ പൂജയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇത് റിവീൽ ചെയ്യും സിജോ ചേട്ടൻ. അതിപ്പോൾ ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാലും മീഡിയക്കാരുടെ മുമ്പിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ
സ്വീരും തരും കുറച്ച് ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കും. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ചുറ്റും അമ്പലത്തിലെ പ്രസാദോട്ട് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. നല്ല ചേച്ചി എക്സ്പീരിയൻസ് പറയും എങ്ങനെയുണ്ടെന്ന് പ്രസാദോട്ട് കഴിച്ചിട്ട്. ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അമ്പലത്തിലെ പ്രസാദോട്ട് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി അല്ലേ? നമ്മൾ വിചാരിച്ചില്ല. പ്രസാദോട്ട് അന്നദാനം പോരുണ്ടോ? ഓക്കെ എല്ലാം കിട്ടും നമുക്ക്. നമ്മുടെ നമുക്ക് സ്നേഹത്തോടു കൂടി ഫുഡ് വിളമ്പി തരുന്നുണ്ട്. പാവം തീരുമാനം വീഡിയോ എടുത്തു. അതെ വീഡിയോ എടുത്തു. ഇനി ചേച്ചിയാണ് അഭിപ്രായം പറയുന്നത്. നമ്മൾ സ്നേഹ ചേച്ചി കഴിക്കാറുണ്ടല്ലോ. ഓക്കെ താങ്ക് യു. പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? കഴിക്കും. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? നല്ലതാ, നല്ല ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ ഗൈസ്. ഇത് വീഡിയോ ചില മറക്കുന്നു. മാസ്ക് ഇട്ട് വേഗം കഴി ജ്യൂസ് അപ്പോൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ ഡയറ്റാന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവിന് എന്ത് തോന്നി? കൊതി തോന്നി. ഇപ്പോൾ ഡയറ്റൊക്കെ കളഞ്ഞിട്ട് ഒരാൾ ചോറ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. വരട്ടെ ഗൈസ്, ചോറ് എടുത്ത് ഡയറ്റുള്ള ആൾ വരുന്നുണ്ട്. ഡയറ്റുകാരാ വരൂ. ഡയറ്റാണോ? ഡയറ്റ് ആയിരുന്നു. അതെ, കുറച്ച് ചോറ് എടുത്തല്ലോ പാവം. അതാണ് നമ്മൾ കൃത്യനിഷ്ഠത പാലിക്കണം കറക്റ്റായിട്ട്. ഞാൻ അടുത്ത വ്ളോഗ് എടുക്കാൻ പോവാ. കൃഷ്ണ ശരി ബൈ. എൻ്റെ ഷോളിട്ട് തുടച്ചാ ചേട്ടാ ആദ്യമായിട്ടാണ് അമ്പലത്തിലെ ഫുഡ് കഴിക്കണേന്ന് പറയുന്നത് അല്ലേ? കഴിച്ചിട്ടുണ്ടാ? സോറി ഗൈസ്, അപ്പോൾ ലിൻ ചേച്ചി ആയിരുന്നല്ലോ ആദ്യമായിട്ട്. അപ്പോൾ ആളും അറിയും ഞാൻ കഴിച്ചിട്ട് നല്ലതാണോ പൊട്ടയാണോ? പൊട്ടയല്ലോ, നല്ലതാ. ഓ പെണ്ണുങ്ങളാണോ അതോ ദൈവത്തിനാണോ? അതെ പറയും. അതെ 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 നമ്മള് പറയുന്ന എക്സ്ക്യൂസ് മീ. കഴിക്കുന്നുണ്ട് നല്ല ഫുഡല്ലേ? കഴിക്കും ജ്യൂസ് കഴി. അപ്പൊ ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. വയറ് നിറഞ്ഞോ? ഫുഡ് കഴിക്കാണ്ടിരുന്ന ഒരാൾ കിട്ടാ. വയറ് നിറഞ്ഞോ ചേട്ടാ? വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞില്ലേ? ഞങ്ങളുടെ വയറ് നിറഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. അപ്പം എന്തായാലും ഇവിടെ ഫുഡ് തന്ന ചേച്ചിമാർക്ക് താങ്ക് യു. ബൈ ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് കാണാം. ഇതൊരു പുതിയ കുയിലാണ്. ഇതേത് കുയില? പച്ചക്കുയില കറുത്ത കുയില? രണ്ട് പെണ്ണുങ്ങളങ്ങനെ മ്ലായച്ചമായി വർത്താനത്തിലും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ കുയിലിനോട്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശരി മാഡം. ബിഗ് ബോസ് ഉണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞല്ലേ? അതെ, പത്രമാറ്റിൽ മാറ്റിക്കണ്ടല്ലേ കൊണ്ട് പത്രമാറ്റിൽ നന്ദനെ മാറ്റുന്നതാണ്. നന്ദനസിയെ മാറ്റി കഴിവുള്ള ആൾ അതിലേക്ക് എടുക്കുന്നു. ഇത്ര ശരി പോ. നന്ദനാസിയുടെ റോള് അതിന് അഭിനയിക്കാൻ എന്നെ പോലെ അത് ഫസ്റ്റില് അഭിനയിക്കാൻ അറിയണ്ട. പിന്നെ ഞാൻ പഠിച്ചു. ഇപ്പൊ എന്തൊക്കെയാണ് ഓവർ ആക്ടിങ് ചെയ്യാൻ നന്നായി പഠിച്ചു. അതെ, നാടകീയത വേണം. പിന്നെ നമ്മളത് ചെയ്യണല്ലോ. ഞാൻ പക്ഷെ നാടകീയതല്ല, ഞാൻ നാച്ചുറൽ. അങ്ങനെ പറ. അഭിഷേക് ശ്രീകുമാറിന്റെ അങ്ങനെ ഫസ്റ്റ് ഷോട്ട് ഒക്കെ കഴിഞ്ഞ് മഴയത്ത് നായികയായിട്ട് വരുമായിരുന്നു. അപ്പൊ എന്നെ മറന്നല്ലേ? നീ എന്ത് പുതിയ സിനിമ നന്ദന ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു പോകുന്ന കുട്ടി. ഞാനൊരു പടം എടുക്കും. ഞാനൊരു വീഡിയോ ഞാനൊരു ആടക്കുട്ടാ ബൈ. ഒരാള് വീഡിയോ എടുക്കുമ്പോ നിർത്തുന്നു പറയണ പെണ്ണ്. അപ്പൊ അഭിഷേക് ശ്രീകുമാർ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു. അഭിനയിച്ച സിനിമയുടെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡക്ഷൻ നമ്പർ. ക്യാമറ ഇവിടെ ഓടിക്കുന്നതിന് മാത്രം ക്യാമറ ഇല്ല. ഈ പെണ്ണൊരു സ്വയം തരുന്ന വ്ളോഗ് എടുക്കാൻ എനിക്ക് അന്നം എന്റെ അരി വ്ളോഗാണ്. ആ തുണി തരുമോ? അപ്പൊ ഗൈസ് അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ കുറച്ച് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പൊ സായി ചേട്ടൻ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സായി ചേട്ടൻ ഇന്റർവ്യൂ ഉടനടി കാണാം. നമ്മൾ ഇന്റർവ്യൂ സ്ഥലത്തേക്ക് മുകളിലേക്ക് പോവാണ്. ഭാര്യ ഇവിടെ ഇന്റർവ്യൂ എടുക്കുക എന്താ വെച്ചെടുത്തോട്ടെ എന്നിരിക്കുന്ന ഒരു നിസാരമട്ട്. ഇപ്പുറത്ത് നമ്മുടെ പെണ്ണുങ്ങളുടെ രോമാഞ്ച കഞ്ചുകമായ പ്രഭി. പറ പ്രഭിക്ക് ഗൈസ്.
നമ്മൾ എന്തായാലും ഇന്റർവ്യൂ സ്ഥലത്തിൽ പോട്ടെ. ഓക്കെ, ഉറക്കം വരുന്നുണ്ട് എനിക്ക്. നേരത്തെ എനിക്കോണ്ട് ആ ശീലമില്ലാത്തോണ്ടേ ഈ സമയത്ത് എങ്ങനെയാ എന്റെ അമ്മ നന്ദുവാ പോണ്ടേ, നന്ദുവാ തന്നെ. ചടിയിലേക്ക് പോയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൗത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ആ റാപ്പർ നല്ലൊരു വേള ഇപ്പൊ ഭയങ്കര കത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ വിഷയം കഴിഞ്ഞപ്പോ ഒന്നും കൂടി കത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോകുന്നത് എവിടേക്കാ? ഫുഡ് കഴിക്കാൻ എവിടേക്കാ? ഹംഗ്രി ബണാൽ. അതെ, സായിച്ചന്റെ ചങ്കായ സായിച്ചന്റെ വല്ലത് അറിഞ്ഞിട്ടാണോ പറയണത്? എനിക്കറിയില്ല. സായിച്ചന്റെ എല്ലാം എവിടേക്കാ ഫുഡ് കഴിക്കാൻ പോണോ നമ്മള്? നല്ല ഫുഡാണോ അടുത്ത കഴിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ടൈം ആണോ? നമസ്കാരം, ഞാൻ സീക്രട്ട് ഏജന്റ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഹംഗ്രി മിണ്ണാലിലേക്കാണ്. ഇയാളെല്ലാരെയും അനുകരിച്ച പാറാട്ടനെയും മല ജോസ് പേരനെയും ഇപ്പൊ ഈ മൃണാൽ ചേട്ടനെയും എല്ലാരും എങ്ങനെ അനുകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇപ്പൊ സ്നേഹിച്ചിന് വരെ അനുകരിക്കും അല്ലേ? സായി ചേട്ടൻ ചെയ്യും. സായി ചേട്ടാ നിങ്ങൾ ഞാൻ സിനിമയിൽ എടുക്കും. സായി ചേട്ടൻ സ്നേഹ ചേച്ചിന് എങ്ങനെയാന്ന് സ്നേഹ ചേച്ചിയുടെ ഒരു രൂപം ഏകദേശം എനിക്കറിയില്ല. പ്രേമിച്ചേട്ടൻ എങ്ങനെയാ? എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് ഇങ്ങനെ കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരറിയില്ല. രണ്ട് വാക്ക് പറഞ്ഞോളൂ. ലോക്കൽ വൈബാണ്. അപ്പൊ നമ്മള് പോവാണ് മൃണാളുടെ ഇടയ്ക്ക്. ഇവർക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ കഴിക്കണം. ഞാൻ ഡയറ്റിലാണ് ഗൈസ്. അമ്പലത്തിൽ തട്ടിവിട്ടോണ്ടല്ലോ കേട്ടോ. അമ്പലത്തിൽ കുറെ ഫുഡ് കഴിച്ചു. ഇനി ഒന്നും കഴിക്കില്ല. നാട്ടിൽ പോലെ എനിക്ക് ഉറങ്ങണം. കണ്ണടഞ്ഞു പോകും. എനിക്ക് ഉറക്കം വന്നിട്ട് സത്യത്തില്. അത് കഴിഞ്ഞ് നമ്മളൊരു ചേട്ടനെ കാണുന്നുണ്ട്. ആ ചേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരാണെന്ന് നിങ്ങൾ പറയൂ. നടന്നു പോകുന്ന ഇത്രയും പോപ്പുലറായ ഷസാം ചേട്ടനും നമ്മുടെ സീക്രട്ട് ഏജന്റും ഷസാം ചേട്ടന്റെ ചേട്ടനാന്ന് തോന്നുന്നുണ്ട്. നടന്ന് മഴയത്ത് നമ്മൾ കാറില് BM-ല് അവര് നടക്കുന്നു. അപ്പൊ എന്തായാലും നടക്കട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ അവിടെ എത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആരുടെ കടാന്ന് അയാളെ പേരൊക്കെ ഇതിന്റെ അവിടെ കടയ്ക്ക് വന്നിരിക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗൈസ് കണ്ടുമുട്ടിരിക്കുകയാണ്. ആരേ നമസ്കാരം. എന്താ വിശേഷം? സുഖായിരിക്കണം. പിന്നെ അല്ല കടാ അറിയാ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് എടുത്ത. എക്സ്ക്യൂസ് മീ ലേഡി, എന്താണ്? നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മള് ചാട്ടി എവിടെ? നമുക്ക് പോവാം, കഴിക്കാം. ഓക്കെ, സായിച്ചേട്ടൻ ക്യൂ നിൽക്കാൻ ഭർത്താവ് ക്യൂ നിൽക്കണുണ്ടാവട്ടെ. ക്യൂ നിൽക്കണു. സീക്രട്ട് ഏജന്റ് മൈക്ക് കൂത്തിയിട്ടല്ലേ ചേട്ടൻ നൈസായിട്ട്? മൈക്ക് ഇതേറെ കേൾക്കും. കുഴപ്പമില്ല, ശരിയാ. ഞാൻ വീട്ടിൽ വെച്ചു പൂജിക്കാൻ. അതെ ശരിയാ. ഒരാൾ എന്തൊക്കെയോ മെനൂസ് നോക്കാം. കണക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വീഡിയോ എടുക്കുന്ന പ്രബി അല്ലേ? ഫുള്ള് ബ്ലോഗ്. അവിടെ തിന്നാലും ഇവിടത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പൊ 152 ആയിട്ടുള്ളൂ. ഇനിയിപ്പോ 156 അല്ല സായി ചേട്ടാ? 57 നമ്മള്. ദൈവമേ പെട്ട് നമ്മൾ പെട്ടു. വ്ളോഗിലൊരു കാര്യം പറഞ്ഞിട്ട് പൊക്കോ. ബൈ ബൈ എല്ലാരും. വ്ളോഗ് ഇപ്പോഴാ മുഖം കണ്ട ചേട്ടൻ. നമ്മുടെ ഫുഡൊക്കെ എത്തി. ഈ 7 രൂപയുടെ പപ്പടാണോ ഇത്? പപ്പടം എടുക്കാൻ നല്ല എടുക്കുന്നു എനിക്ക്. ബാക്കി ഫ്രണ്ടിൽ നോക്കിയിട്ടില്ല. ഇത് മൊത്തം വ്ളോഗാ. പത്രമാറ്റിനെ അപമാനിക്കുന്നവര് എന്റെ പത്രമാറ്റിനെ അപമാനിച്ച കണ്ടോ? എന്താ കണ്ടുമുട്ടിയിരിക്കുന്നു. നന്ദൂസ് ഡെയിലി ബീച്ച് ചേട്ടൻ വരുന്നായിരുന്നു. ഞാൻ ഇനി ഇതാണ് നമ്മുടെ ഷസാം ചേട്ടന്റെ ബ്രദർ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മതിയില്ലേ? ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കാണുമല്ലോ. പിന്നെ ചേട്ടൻ എപ്പോ തുടങ്ങിയിട്ടുള്ളൂ? 45,000 ആയിട്ടുള്ളൂ. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബ്. ആണല്ലേ? ഇൻസ്റ്റയുണ്ട് 2 ലാഖിന്റെ അടുത്ത് എത്താറായിട്ട്. ഫോളോ ചെയ്യുന്നു. നമ്മൾ എന്തായാലും കഴിച്ചു തുടങ്ങണ്ടേ? അപ്പൊ നമ്മള് ഗൈസ് പായസം കുടിക്കാൻ പോണ്. പായസം ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ കേട്ടോ. കുറച്ച് മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ഉണ്ട്. കല്യാണത്തിന് പായസം അല്ലെങ്കിലും സാധാരണ
സെമി പായസം കുഴപ്പമില്ല, നല്ല പായസം. ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിപ്രായം പറയൂ. ജോസ് കഴി ഒരു നേരത്തെ ആഹാരം മേടിച്ചിരുന്നത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സായിച്ചേട്ടന് പിന്നെ സ്പൂണൊന്നും വേണ്ട അല്ലേ? സ്പൂണൊന്നും വേണ്ടല്ലോ സായിച്ചേട്ടാ. എന്ത് നമ്മളിങ്ങനെ എല്ലാവരുടെയും പതുക്കെ എടുക്കുള്ളൂ. കഴിച്ച അഭിപ്രായം പറയൂ. കഴുകി ജോസ് കഴി. നിങ്ങൾ കഴിക്കണം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം. നോക്കി ഇവർക്ക് വല്ലതും പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അല്ല ഇവര് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. വീഴാൻ അതിനെ കൊല്ലുന്ന ഇഷ്ടമായോ ബിരിയാണി? സായി ചേട്ടാ നല്ല ബിരിയാണി ആണോ? ഓക്കെ ആണോ? സ്നേഹമോൾ കഴിക്കും അഭിപ്രായം പറ. അപ്പോൾ ഞാൻ ഇവിടെ വിളമ്പി കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇവിടെ അഭിപ്രായം പറയാനായിട്ട് ചോദിക്കുന്നില്ല. അഭിപ്രായം പറയണം കഴിച്ചിട്ട്. നല്ലതാണോ? ഇഷ്ടമായോ? ജോസ് കഴി അത് കഴിക്കണം. എക്സ്പ്രഷൻ നോക്കും, ആരും വിതറുന്നു. എന്താണെന്നും പറയാത്തെ വായിലൊട്ടി പിടിച്ചേക്കാണോ ചേട്ടാ? എങ്ങനെയുണ്ട് ബിരിയാണി ചേട്ടാ? കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത ബിരിയാണി. സായിച്ചേട്ടാ ബിരിയാണി പറയാം അടിപൊളി. കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണി റൈസ് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇതെന്താ? റൈസ് കുഴപ്പമില്ലല്ലോ, നല്ല റൈസാണ്. റൈസ് ഇഷ്ടമായിരിക്കും. ബിരിയാണി കൊള്ളട്ടെ ഗൈസ്. അതിൽ ചിക്കൻ ഫ്രൈ കൊള്ളാം. സ്നേഹിച്ച് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടമായി ചിക്കൻ ഫ്രൈ. അതെ നമ്മൾ ഫുൾ അഭിപ്രായം. ശശാംശയുടെ ചിക്കൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ചിക്കൻ കഴിക്കും, നല്ല ചിക്കനാണ്. സീരിയസ്ലി പറഞ്ഞു. ആ നമ്മൾ കഴിച്ചല്ലേ സെയിം തന്നെയല്ലേ അത്? ഇഷ്ടമായേ? നല്ലതാണ്. സാഹചര്യം കഴിച്ചു നോക്കിയാ ചിക്കൻ? മരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ സാഹചര്യം കുറ്റം പറയാൻ കിട്ടുമോ? അപ്പൊ ഗൈസ് ഇത് ഈ ഒരു പപ്പടത്തിന് 7 രൂപയാണ്. അതിനുള്ള പ്രാധാന്യം ഉണ്ടോ നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട്. സത്യം 7 രൂപ പപ്പടത്തിന്. ഒരു പാക്കറ്റ് പപ്പടത്തിന് 10 രൂപയുള്ളൂ. 10 രൂപയുള്ളൂ. ഇത് തണുത്ത പപ്പടാ. 16 രൂപ വരെ മുട്ട ആരിടണെന്നുള്ളത് എനിക്ക് കാണണം. ഒരു അവിച്ച മുട്ടയ്ക്ക് 16 രൂപയാണ്. എനിക്ക് അതിൽ മാത്രമേ ഉള്ള ഒരു വിഷമം. ആരാണ് മുട്ട ഇടുന്നതെന്നുള്ളത് മാത്രം എനിക്ക് കണ്ടാൽ മതി. 16 അവിക്കുന്നത് വേറെ വല്ലവരും പുറത്തിരിക്കുമെന്ന് എനിക്ക് ഞാൻ സാമ്പാറ്, ചോറ്, അവിയൽ. ചെറിയൊരു വേറെ പച്ചടി കടല. പിന്നെ കടല എന്തൊക്കെയോ അരച്ചിട്ട് ചേർത്തിട്ടുള്ളതാ. ഡിപ്പാർട്ട്മെന്റ് അല്ല, ഞാൻ കഴിച്ചിട്ട് പറയും. അല്ല ചോറ് ഇപ്പോ ചേട്ടൻ കഴിച്ചിട്ട് പറയും അഭിപ്രായം. എന്താ പറയാ? അല്ല ചോറിന് ആ കറിയിലെ ടേസ്റ്റ് എന്ന് പറയണല്ലോ. അതെ ശ്വാസ് പറയും. ഉരുട്ടി കഴിക്കുന്നുണ്ടെന്ന്. വലിയ തറവാടിയാ. ഇല്ലത്തിന്ന് വന്നിട്ട് പുളിശ്ശേരിയൊക്കെ കുഴച്ച് അടിക്കുകയും പറയൂ. കൊള്ളാമോ സാധനം? നമ്പൂതിരി എല്ലാം കഴിച്ചു. നമ്മളൊന്ന് വഴിയോരത്തിന് വെച്ചില്ല സൈഡിൽ വെക്കാൻ പറ്റും. അപ്പൊ വഴിയോര കട അല്ല ടേസ്റ്റ് ഇല്ല ഇത്. മോൾക്ക് ഇഷ്ടമായോ? കുഴപ്പമില്ല. ആണോ? എക്സ്ട്രാ പൈസ ഇത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് ക്വാണ്ടിറ്റി ഉണ്ട്. അല്ല അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും. 20 രൂപയ്ക്ക് വലിയ മോശം തോന്നുന്നില്ല. 20 രൂപ.
അതെന്തോ മീൻകറിയോ? അല്ല ഇത് അവിയലാണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അവിയൽ ഇങ്ങനെയല്ല. വീഡിയോ അല്ല അത് പച്ചടി. പറക്കണത് എന്താ? എവിടെ പോയത്? ഒന്ന് രണ്ടെണ്ണല്ലേ അതെ പറക്കണു. പറക്കുന്ന ഈച്ച. ആഹാ നൈസ്. ആശുപത്രിയിൽ വരെ ഉണ്ട്. ഇഷ്ടമായി കുറച്ച് സ്വീറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കഴിക്കാണ്ട് ഇവിടെ വെച്ചിട്ട് പോണു. കഴിക്കാണ്ട് പോയാ എന്നെ വെറൈറ്റി കൊണ്ട് മാത്രം അതെ വരട്ടി പേടിപ്പിച്ചേക്ക് ഞാൻ. സായിച്ചേട്ടൻ പക്ഷെ ഒരു മത്സരത്തിനായാലും ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറായാലും ചോറ്. വെള്ളത്തിന് വേറെ പൈസ കൊടുക്കണോ? അല്ല സായിച്ചേട്ടൻ പറഞ്ഞേ നമ്മളിപ്പോ വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. സത്യമാണോ? കഴിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു. ഈ പ്രൈസിന് ഓക്കെ, അതാണ് പറഞ്ഞത്. നമ്മളൊരിക്കലും ഇതിനെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബ്രോ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പ്രശ്നം വെച്ചിട്ട് തക്കടിക്കാൻ വേണ്ടവരും കാണും. അത് ഞാൻ പറഞ്ഞില്ലേ, കർമ്മ എന്നുള്ളൊരു സാധനമാണ് ബ്രോ. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് തിരിച്ചടിക്കും, മലത്തി അടിക്കെല്ലാം ചെയ്യും. അതങ്ങ് എടുക്കുക. ഞാനൊരു ഫോണോ ടെക്കി അഡ്ജറ്റ് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിന് സബ്സ്റ്റാൻഡേർഡ് സാധനമാണെങ്കിൽ വിമർശിക്കും. അതെ. അപ്പോൾ ഒന്ന് ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നാളെ ഞാൻ സിനിമ ചെയ്താലും തന്നെ അവസ്ഥ മറ്റേ വീഡിയോ പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ തിങ് ഈസ് നമ്മൾ നല്ലത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ കുറ്റം പറയുന്നവരും ഉണ്ട്. അതിൽ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയല്ല, ചിരിച്ച മുഖമായിട്ട് എടുക്കുക. അല്ല വെറുതെ ആക്കിയുള്ളൊരു ചിരിയും ആൾക്കാരെ പുച്ഛവും ആ ഒരു സംഭവം ഒരിക്കലും ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കാശ് വാങ്ങിച്ച് തിന്നുന്നവരുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വേണം. ചുമ്മാ നമ്മളാരും ഒന്നും പറയത്തില്ലല്ലോ, ആൾക്കാർ കസ്റ്റമേഴ്സ് വെറുതെ ഒന്നും പറയത്തില്ല. സോ ബേസിക്കലി യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് ഇസ് ഓക്കെ ഫോർ ദാറ്റ് പ്രൈസ്. അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആ കൂടെ മുട്ടയുടെ പ്രൈസ് ഇട്ട് കുറയ്ക്കുക. 16 രൂപ ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നം. പപ്പടം പിന്നെ 7 രൂപയുടെ പപ്പടം. 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടില്ലേ? ഏതാ മേക്ക് ഇറ്റ് ഫ്രഷ്. ഇങ്ങനത്തെ സൈഡ് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കുക, പൈസ വാങ്ങിക്കുന്ന സ്ഥിതിക്ക്. അല്ലാത്ത പക്ഷം കസ്റ്റമർ കെയറിലും നിങ്ങൾ കസ്റ്റമറിന്റെ ഓക്കെ ഗൈസ്. അപ്പം ഞാൻ മാത്രമേ ഈച്ചനെ കാണുന്നുള്ളൂ. ബഡ്ജറ്റിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഒരു ചായ കുടിക്കാന്നുള്ള. ചായ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? അതെ, മഴ ചായ ആ ഒരു കോമ്പിനേഷൻ. ചായക്ക് വന്നിട്ട് ഗ്രേപ്പ് ടീ പറഞ്ഞിട്ട് ഗ്രേപ്പ് ടീ, ബ്ലാക്ക് ടീ, ലെമൺ ടീ, മിൻറ്റ് ടീ, പൈനാപ്പിൾ ടീ, ഫിൽറ്റർ കോഫി, ബൂസ്റ്റ്, ബ്ലാക്ക് കോഫി, ജിഞ്ചർ, മിൽക്ക്, ഹോർലിക്സ്, ഫ്രഷ് ലൈം ഒക്കെ കാണിച്ചു തരും കേട്ടോ. ഒന്നുമില്ല, ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഇത് വരും. ഓക്കെ. എന്നിട്ട് ഇതിന് നമുക്ക് ആഡ് ചെയ്തിട്ട് അവർക്ക് അവിടെ അപ്ഡേറ്റഡ് ആവും. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ പേ ചെയ്യാം. എന്താ എൻ്റെ അമ്മേ, ഹൈടെക് ഇപ്പത്തെ പിള്ളേരുടെയൊക്കെ ഒരേ കാര്യങ്ങള്. എന്തെങ്കിലും റേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ സ്നാക്സിന്റെ? ചേട്ടൻ മണിക്കൂർ 2 ഒരു ചായ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആണോ? ഇത് പഴംപുരിയാണോ? നോക്കട്ടെ രതീഷ്. ഇത് പകുതി രതീഷ്. പകുതിയാണോ? ഓ ഒട്ടിച്ചേക്കി. ഓ അങ്ങനെ. കൊള്ളാം. സത്യത്തിൽ അല്ലല്ല, നമ്മുടെ ചേട്ടൻ ഞാൻ ഭയങ്കര മെസ്സേജ് അയക്കായിരുന്നു. ഞാൻ ചേട്ടനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഭയങ്കര ജാടയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പാവം ചേട്ടനാണ്. നമ്മളങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല. സീക്രട്ട് ഏജന്റിന്റെ പോലെയല്ല. സീക്രട്ട് ഏജന്റ് ഇപ്പുറത്ത് നിന്നുണ്ട്. ഭയങ്കര ചാടി. അതൊക്കെ കണ്ടില്ലേ? അതല്ല ഭയങ്കര ചാടിക്കേ, ഭയങ്കര ചാടിയാണ്. പക്ഷെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. പക്ഷെ നമ്മുടെ ചേട്ടൻ എടുക്കൂല. അല്ലല്ലേ, നിങ്ങളെ പറ്റി കുറ്റം പറയുന്നു. ഫോൺ വിളിച്ചെടുക്കില്ല. പിന്നെ നമ്മള് ദുബായ് വന്നാ വിളിക്കൂല, കൊച്ചി വന്നാ വിളിക്കൂല. മോശം. ഇതൊക്കെയാണ് സീക്രട്ട് ഏജന്റിന്റെ കുഴപ്പം. ബാക്കിയെല്ലാം സീക്രട്ട് ഏജന്റ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചായ എങ്ങനെയുണ്ട്? മധുരം കൂടി. അപ്പൊ ഈ ചായ മാത്രം വേണ്ടെന്ന് പറ. എല്ലാം ചെയ്തു അല്ലേ? കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കില്ലോ. അത് ഞാൻ എന്റെ മിനിറ്റ് അഭിപ്രായം പറയും. സീക്രട്ട് ഏജന്റ് ചായ കുടി കഴിഞ്ഞാ
ചൂടുള്ള മഴ, കാറ്റ്, കട്ടൻ ചായ, ഓ പാൽ ചായ ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ മധുരം കറക്റ്റ് ആണോ? അത് ഞാൻ വേണ്ടി വന്നു മധുരം കുറയ്ക്കണെങ്കിൽ. പോരാ മധുരം? നിങ്ങൾ കുടിക്കില്ലേ ചായ? പൂജയായിരുന്നില്ലേ ഫിലിമിന്റെ? എങ്ങനെയുണ്ട് ചായ? പോരാ? എന്ത് പോരെന്ന് പറഞ്ഞ ചായ? മുട്ടക്ക് എത്രയാ ഇവിടെ? ബജ്ജിക്ക് എത്രയാ? 16 മുട്ടയ്ക്ക് ഒരു മുട്ട ബജ്ജിക്ക് എത്രയായിരിക്കും? ചായ ചേട്ടാ മുട്ട ബജ്ജിക്ക് എത്രയാ ചോക്കി? മുട്ട ബജ്ജിക്ക് 12. ഒരു കഷ്ണം മുട്ടയുള്ളൂ, അരമുട്ടയുള്ളൂ. അത് ശ്രദ്ധിക്കണം. 12 അരമുട്ടയുള്ളോ? അതുകൊണ്ടാ 12. മറ്റേ മുട്ട അപ്പുറത്തുള്ളല്ലോ. അവിടെ 16 രൂപ ഫുൾ മുട്ടയ്ക്കാ. അരമുട്ടയ്ക്ക് ഇവിടെ 12. അപ്പൊ ഏതാ? അതെ. ഓ ചൂടുള്ളത് ഒഴിക്കും. നീങ്ങുന്നോ? ഹണി കേക്കിൽ ക്രീം ആണ് കഴിച്ചിട്ടുണ്ടോ? നല്ലതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഡമ്മി ചാനൽ അപമാനിച്ചു. ആരും സബ്സ്ക്രൈബ് ചെയ്യരുത്. നന്ദൂസ് ഡെയിലി ബീറ്റ്സ്. താളം പിടിക്കുക. നമ്മൾ എങ്ങനെ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും നിന്റെ ഡാൻസിന് പറ്റുണ്ടോ? എല്ലാരും സീക്രട്ട് ഏജന്റിനെ ഫോളോ ചെയ്യുക. ആരാധകരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളെ ചേട്ടൻ പോവാണ്. അപ്പൊ ബൈ ബൈ, സി യു. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണാം. ദുബായിന്ന് വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൈ നിറയെ പറയണ്ട പറയണ്ട പറയണ്ട. ഞാൻ ദുബായ് വരണ്ടേ? ദുബായിക്ക് കേട്ടിട്ട അബീബി കം ടു ദുബായ്. ഞാൻ ദുബായ് കൊണ്ട് ഓക്കെ ബൈ. അപ്പൊ ഗൈസ് എനിക്ക് ഇവിടെ 8ന്റെ പണി തന്നു. ഞാൻ കാർ എടുത്ത് വന്നാൽ മതിയായിരുന്നു. ഇവരെ കാറൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സത്യത്തില്. പക്ഷെ ഞാൻ ആശ്രയിച്ചു പോയി. ഞാൻ വിശ്വസിച്ചു പോയി. ഇവരെ ഒരു സദ്യയാണ് ഈ പെണ്ണ് ചെയ്തത്. എന്റെ വലിയൊരു സദ്യയാണ് ഗൈസ്. ഇവര് കൊടുങ്ങല്ലൂർക്ക് പോകുന്നു. പക്ഷെ ഞാൻ കൊടുങ്ങല്ലൂരിന്ന് ഞാൻ ബസ്സിന് വരേണ്ടി വരും ഗൈസ്. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സാധാരണക്കാരി. ബസ്സിന് പോകാറുള്ളൂ അല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.